ഈ കോലം കത്തിച്ചൊക്കെ ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി കളയാമെന്ന് കരുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കോലമല്ല ശരീരം കത്തിച്ചാലും നിലപാടിൽ ഒരടി പിറകാട്ട് പോകാത്തവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് മനസ്സിലാക്കണം. മുൻ മുഖ്യമന്ത്രിയും CPIM പോളിറ്റ് ബ്യൂറോ അംഗവുമായിരുന്ന EK നായനാരെയും സ്വാതന്ത്ര്യ സമര സേനാനിയും CPIMന്റെ സമുന്നത നേതാവായിരുന്ന MK കേളുവിനെയും CPIM വടകര ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരിച്ചു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ്, പശ്ചിമ ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി. അത് വന്ദേ മാതരം പൂർണ്ണമായും പാടണമെന്നുള്ള ഉത്തരവായിരുന്നു. അതിനെതിരെ വലിയ നിലയിലേക്കുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പോളിറ്റ് ബ്യൂറോ അതിശക്തമായ പ്രതികരണം, ഭരണഘടന തത്വങ്ങൾ ലംഘിക്കുന്ന നിലപാടാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രസ്താവന ഇറക്കി. പാർലമെന്റിലെ 2 സഭകളിലും ഇത് ചർച്ച ചെയ്യപ്പെട്ടു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2026 മാർച്ച് മാസം ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു. ദിസ് ഈസ് നോട്ട് മാൻഡേറ്ററി, ദിസ് ഈസ് ഓൺലി അഡ്വൈസറി. ഇത് നിർബന്ധമാക്കാൻ വേണ്ടി സാധിക്കില്ല. മുന്നോട്ട് വെക്കാം ഒരു സർക്കാരിന്, പക്ഷെ അത് നിർബന്ധമാക്കാൻ സാധിക്കില്ല. സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. ഇതാണ് പ്രശ്നം. എന്നാൽ UDF സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ വന്ദേ മാതരം പൂർണ്ണമായും ചൊല്ലുന്ന സ്ഥിതിയുണ്ടായി. ഇത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതക്കേറ്റ പോറലാണ്. മതസാഹോദര്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, മതവിശ്വാസികളിലെ മഹാഭൂരിപക്ഷവും ഇത് അംഗീകരിക്കുന്നതല്ല. ഇതിൻ്റെ ഭാഗമായി ഇതിൽ CPIM ഇടതുപക്ഷ പ്രസ്ഥാനവും നിലപാട് സ്വീകരിച്ചു, നിലപാട് മുന്നോട്ട് വെച്ചു. ഞങ്ങളതിൽ നിലപാട് പറഞ്ഞു. ഒരു പുതിയ സർക്കാർ വന്ന ഉടനെ തന്നെ ആ സർക്കാരിനെതിരെ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടി വീഴുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിച്ചു. വ്യക്തിപരമായി ഫേസ്ബുക്കിൽ കുറിപ്പെഴുതിയപ്പോഴും അത് പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. പാർട്ടിയുടെ നിലപാട് മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ഒരു പുതിയ ഗവൺമെൻറ് വരുമ്പോൾ ഒരു മുൻമന്ത്രി എന്നുള്ള ഇതാ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ചാടി വീണ് അടിക്കുകയല്ല, മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചുകൊണ്ട് 1-2 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് ഉൾപ്പെടെ മുന്നോട്ട് വെച്ചു. ഇവിടെ നമുക്കറിയാം, ഗവർണറുടെ ഓഫീസാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് എങ്ങനെയാകണമെന്ന് നിർദ്ദേശിക്കുക. അതിൽ തീർച്ചയായും നിലപാട് സ്വീകരിച്ച് തിരുത്തേണ്ടത് തിരുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് സാധിക്കും. ഇത്തവണത്തെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ അങ്ങനെ പലതും തിരുത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വേദിയിലിരിക്കേണ്ട നേതാക്കന്മാരുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഗവർണർ ഓഫീസ് മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആ നിയന്ത്രണങ്ങൾക്കെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പലരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ വേദിയിലുണ്ടായത് എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അത് നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. അതുപോലെ നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിഷയമല്ല ഇത്. അതിനേക്കാൾ മുകളിൽ പ്രാധാന്യം കൊടുത്ത് നിലപാട് സ്വീകരിക്കേണ്ട ഒരു വിഷയമാണ്. ആരെങ്കിലും വേദിയിൽ ഇരിക്കുന്നതിനേക്കാൾ വലിയ പ്രശ്നം രാജ്യത്തിൻ്റെ ഭരണഘടന മുന്നോട്ട് വെച്ച മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാട് സ്വീകരിക്കലാണ്. UDFനെ നയിക്കുന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സ്വീകരിച്ച ഒരു നിലപാടിന് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു വിഷയമായി പൊതുവെ ആളുകൾ ഇതിനെ കണ്ടു. ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഇതിങ്ങനെ മുഴുവനും ചൊല്ലും എന്ന് കരുതിയില്ല എന്നുള്ളത് അവിടെ ചൂണ്ടിക്കാട്ടി. അതായത് CPIM ഉൾപ്പെടെ മുന്നോട്ട് വെച്ച വിമർശനം ശരിയാണ് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അംഗീകരിക്കുകയായിരുന്നു. അതിൻ്റെ മറ്റു വിഷയത്തിലേക്ക് ഒരു പുതിയ ഗവൺമെൻറ് വന്ന ഉടനെ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. പല വാദങ്ങളും പലരും ഉന്നയിക്കുന്നു, പല അഭിപ്രായങ്ങളും മുന്നോട്ട് വരുന്നുണ്ട്. സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ ടൈം തീർച്ചയായും എഴുതി നൽകുമ്പോൾ ആ ടൈമിൽ എന്തൊക്കെ എവിടെ ഉണ്ടാകും, അതിന് എത്ര സമയമുണ്ടാകുമെന്നൊക്കെ നോക്കി ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും.
അപ്പോൾ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള വാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരു പുതിയ സർക്കാർ വന്നതിൻ്റെ ഭാഗമായി അതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. എന്തായാലും മുഖ്യമന്ത്രി CPIM ഉൾപ്പെടെ ഉയർത്തിയ ഈ വിമർശനം ശരിയെന്ന് അംഗീകരിക്കുന്ന സ്ഥിതി വന്നു. എന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് ഈ 2 ദിവസം BJP അതിശക്തമായി ഈ നിലപാടിനെ ആക്രമിച്ചു. BJPക്കൊപ്പം UDFലെ ചില ഉത്തരവാദിത്തപ്പെട്ടവരും അതേ വാദം ഉന്നയിച്ചു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി ഇത് പറഞ്ഞപ്പോൾ എന്താണ് അവരുടെ നിലപാട്, ഈ UDFൽ ഇത് പറഞ്ഞ ആളുകളുടെ നിലപാട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. BJP ആണെങ്കിൽ കടന്ന് പല നിലയിലും പല വാദഗതികൾ കൊണ്ടുവന്നു. വ്യക്തിപരമായി ചില വ്യക്തിഹത്യകൾ ഇതിൻ്റെ ഭാഗമായി നടത്തി. അത് ഞങ്ങൾ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമുള്ളതല്ല. വ്യക്തിഹത്യകളുടെ പിന്നിലുള്ള രാഷ്ട്രീയത്തെ നല്ല നിലയിൽ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ഇന്നലെ കോഴിക്കോട് പട്ടണത്തിൽ BJPയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പലരുമായി ഉപമിച്ചു, പിന്നെ കോലം കത്തിച്ചു. ഈ കോലം കത്തിച്ചൊക്കെ ഞങ്ങളെ അങ്ങ് ഭയപ്പെടുത്തി കളയാമെന്ന് കരുതുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, കോലമല്ല ശരീരം കത്തിച്ചാലും നിലപാടിൽ ഒരടി പിറകാട്ട് പോകാത്തവരാണ് ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് മനസ്സിലാക്കണം. അതിലൊന്നും പിറകോട്ട് പോകുന്നവരല്ല. പിന്നെ പറയേണ്ടവർക്ക് പറയാം, ഇത് ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഒരു മതവർഗീയ പ്രശ്നമേ അല്ല, ഒരു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമേ അല്ല. ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്, രാഷ്ട്രീയ വിഷയം. അങ്ങനെയല്ലേ ഇതിനെ കാണേണ്ടത്. വന്ദേ മാതരത്തെ ആരും ഇവിടെ ബഹുമാനിക്കാതെ പോയിട്ടില്ല. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ളവർ മുന്നോട്ട് വെച്ച സംവാദത്തിൽ രാജ്യം നിശ്ചയിച്ച കാര്യം, രാജ്യത്തെ ഭരണഘടന മുന്നോട്ട് വെച്ച കാര്യം, ആ കാര്യം ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. അത് ഏതൊരു പൗരനും ഏതൊരു പ്രസ്ഥാനത്തിനും അവകാശമുള്ള കാര്യമാണ്. അതിനെ അസഹിഷ്ണുതയോടുകൂടി കാണാനും ആ രാഷ്ട്രീയ പ്രശ്നത്തിൽ മതത്തെ കുത്തിക്കയറ്റാനും നടത്തുന്ന ശ്രമം ചെറുക്കപ്പെടേണ്ടതാണ്. ഒരു സർക്കാർ പരിപാടിയിൽ ഏത് മതമായിക്കൊള്ളട്ടെ ആ മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. അത് ഏത് മതത്തിൻ്റെ പേരിൽ ഭാവിയിൽ കേരളത്തിൽ വന്നാലും അത് തെറ്റാണ്. അത് മതവിശ്വാസികൾ അംഗീകരിക്കുന്നില്ല. മതവിശ്വാസികൾ പരസ്പരം മതസഹോദര്യം ആഗ്രഹിക്കുന്നവരാണ്, നമുക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു വിഷയത്തിൽ ഒരു രാഷ്ട്രീയമായി ഇത്തരം ഒരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ച് വന്നിട്ടുള്ളത്. ഇത് പൊതുവെ ആളുകൾക്കിടയിൽ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള ശ്രമം ചിലർ നടത്തുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി എത്രയെത്ര പേർ ജീവൻ നൽകിയ പ്രസ്ഥാനമാണ് CPIM, രക്തസാക്ഷികളുടെ പ്രസ്ഥാനം. അങ്ങനെയുള്ള പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ്. ആ നിലയിൽ ഇത്തരം സമീപനങ്ങൾ സ്വീകരിക്കുമെന്നാൽ UDFനെ പോലെ ഒരു സർക്കാർ എന്ത് ചെയ്താലും അത് നല്ലതാണെങ്കിൽ പോലും എതിർത്ത് പോകുന്ന സമീപനം സ്വീകരിച്ച UDF സമീപനം ഒരു സർക്കാരിനെ എല്ലാ നിലയിലും എതിർക്കുക. M. നാരായണൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KK ദിനേശൻ, C. ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PK ദിവാകരൻ, K. പുഷ്പജ, KP ബിന്ദു എന്നിവർ സംസാരിച്ചു.